ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവോ 125 നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഫ്ലോർ മാറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, റണ്ണിങ്ങിൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3500 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ വേറൊരു സൗണ്ട്, കാര്യമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റും നമുക്ക് ഫീൽ ചെയ്തില്ല. ഈ ബ്രേക്ക് ക്യാമിൻ്റെ ചെറിയൊരു പ്ലേ ഉള്ളതിൻ്റെ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട്. അതല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ജനറൽ സർവീസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്. ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ബെയറിങ്ങിനൊന്നും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറിൽ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിനകത്ത് ബ്രേക്ക് ലൈനർ ഒരു സെറ്റുള്ള പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കുന്നത് നമുക്ക് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അത് തുടച്ച് ക്ലീൻ ചെയ്തിടാം. അടുത്ത സർവീസിൽ മിക്കവാറും നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, ക്ലച്ചിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബെൽറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ പൊട്ടലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ സൈഡൊക്കെ ചെറിയൊരു പൊട്ടൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ അത് മാറ്റിയിടണമാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ക്രാക്ക് ചില ഭാഗങ്ങളിൽ ഒരല്പം കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ സാധനം കേട്ടോ. അപ്പോൾ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. കൈയോടെ മാറ്റണമെങ്കിൽ ആ രീതിയിൽ മാറ്റിയിടാം. ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ ഓട്ടം കുറവാണെങ്കിൽ അടുത്ത സർവീസ് മാറ്റിയാൽ മതി. അത്യാവശ്യം ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ മാറ്റി കളഞ്ഞോളൂ കേട്ടോ. പിന്നെ വേരിയേറ്റർ ബോഡി, ക്ലച്ചിൻ്റെ യൂണിറ്റൊക്കെ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. കിക്കറൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. കാരണം 3500 കിലോമീറ്ററിന് മുകളിലായിട്ടുണ്ട് മാറ്റിയിട്ട്, കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയിട്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കണമായിട്ട് ടാറ്റയുടെ ബാറ്ററിയാണ്. അതിന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 12.82 കാണിക്കണേ. ലോഡ് റെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 7.5 വരുന്നുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് വന്ന ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ മിക്കവാറും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നമുക്ക്. ബ്രേക്കിൻ്റെ കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ഫ്രണ്ട് ടയറിൻ്റെ കേസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ടയർ റൈറ്റ് സൈഡിൽ അല്പം തേയ്മാനം കൂടുതലുണ്ട്. അത് നമുക്ക് കോമൺ ആയിട്ട് സ്കൂട്ടർ മോഡലിനുള്ള കംപ്ലയിൻ്റ് ആണ്. പിന്നെ വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നേരെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഷോക്കിൻ്റെ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്തു. ഫ്രണ്ട് ഷോക്ക്, ബാക്ക് ഷോക്ക് നിലവിൽ വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട വർക്കാണ്. അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റണം. അതേപോലെ തന്നെ വാട്ടർ സർവീസ് വരുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി നോക്കിയിട്ടൊന്ന് പറഞ്ഞിട്ടോ. ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ബെൽറ്റും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഓക്കെ.